നിസ്തുലമായ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. മാറ്റമില്ലാത്ത ശാശ്വതമായ സ്ഥിരമായ നിത്യമായ ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. ഈ നാളുകൾ ഇങ്ങനെ ആയിരിക്കാൻ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ നടപടി അല്ലാതെ നമ്മുടെ ജീവിതത്തില് ഒരുവിധമായ ചലനങ്ങൾ സംഭവിക്കത്തില്ല എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് കടന്നു പോകാനായിട്ട് ഈ സമയം താല്പര്യപ്പെടുകയാണ്. ഇന്ന് പൽക്കാലം പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്നൊരു കാര്യവുമായി നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിന്റെ അഥവാ ദൈവാത്മാവിന്റെ പ്രവർത്തനം ബൈബിളില് എവിടെയാണ് തുടങ്ങുന്നത് എന്നൊന്ന് പറയാമോ? ദൈവാത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നടപടി ആരംഭിക്കുന്നത് എവിടെയാണ്? ധ്യാനസന ഘടനയിലെല്ലാം ബൈബിളുണ്ട്. ഒത്തിരി മനസ്സിലൊന്നും പോകണ്ട. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്ത് അതിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചേ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കണ്ടോ, അവിടെയാണ് നമ്മൾ തുടങ്ങുന്നത്. പ്രൈസ് ദി ലോർഡ്, ആമേൻ. അപ്പം പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഏതൊരു പ്രവൃത്തിക്കും ദൈവത്തിന്റെ ആത്മാവ് ആവശ്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടല്ലാതെ ഒരു കാര്യവും സാധ്യമാകത്തില്ല. നമ്മൾ അതിന്റെ മുകളിലോട്ട് നോക്കിയാൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ഇരുൾ ആഴത്തിന്മീതെ വ്യാപരിച്ചിരുന്നു. ആവശ്യമുള്ള സ്ഥാനത്താണ് ദൈവത്തിന്റെ ആത്മാവ്. കണ്ടോ, ഈ 2-ാം വാക്യത്തിൽ നാം ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ മുകളിൽ നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ ആഴത്തിന്റെ മീതെ ഇരുൾ ഉണ്ടായിരുന്നു, അല്ലേ? ആഴത്തിൻ മീതെ ഇരുൾ നിറഞ്ഞിരിക്കുന്നു. അപ്പൊ ആ ഇരുളിനെ മാറ്റണമെങ്കിൽ, അന്ധതയെ മാറ്റണമെങ്കിൽ, അഴുക്കിനെ മാറ്റണമെങ്കിൽ അവിടെ എന്താവശ്യമാണ്? ആത്മാവിന്റെ പ്രവൃത്തി ആവശ്യമാണ് എന്ന അറിവിലൂടെ നമ്മൾ മുന്നോട്ട് കടന്നു പോവുകയാണ്. പ്രിയ ദൈവമക്കളെ, ആദ്യമായി ഭൂമിയിൽ ഒരു പള്ളി പണിയണമെന്ന് ദൈവം ആഗ്രഹിച്ചു മോശയോട് പറഞ്ഞു. ആ പള്ളിയുടെ പേര് നിങ്ങൾക്കറിയാം, സമാഗമന കൂടാരം എന്ന പള്ളിയാണ്. സഞ്ചരിച്ചുകൊണ്ടിരുന്ന പള്ളിയാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ മാറ്റി മാറ്റി ടെന്റടിച്ച് ആ പള്ളി ഒരിടത്ത് പണിത് അടുത്ത സ്ഥലത്തേക്ക് അവർ പോകുമ്പോൾ അവിടുന്ന് പൊളിച്ചു കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് ആ പള്ളി പണിത് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അവരുടെ മരുഭൂമി യാത്രയിൽ ഉടനീളം അവരോടൊപ്പം എന്തുണ്ടായിരുന്നു? ദൈവാലയം ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ സഭയുണ്ടായിരുന്നു, ദൈവത്തിന്റെ പള്ളി ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ആ പള്ളിയുടെ പണിയെ കുറിച്ച് ദൈവം മോശയോട് പറയുന്ന ഒരു ഭാഗം നമുക്ക് ബൈബിളിൽ നിന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 1 മുതൽ 5 വരെ. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, ഇതാ ഞാൻ യഹൂദ ഗോത്രത്തിൽ സൂര്യന്റെ മകനായ ഊരിയുടെ മകൻ ബെസലേലിന് ദേഹസ്തുതി പിടിച്ചിരിക്കുന്നു. അവൻ കൗശലപ്പണികളെ സങ്കല്പിച്ച് ചെയ്യുവാനും പൊന്ന്, വെള്ളി, താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യുവാനും, രത്നം വെട്ടി പതിപ്പാനും, മരത്തിൽ കൊത്തുപണി ചെയ്യുവാനും, സകലവിധമായ പണിത്തരം ഉണ്ടാക്കുവാനും അവനെ സ്ത്രീയന്മാരുടെ ദിവന്മാരാൽ ജ്ഞാനവും ബുദ്ധിയും അറിവും സകല സാമർത്ഥ്യം കൊണ്ട് നിറച്ചിരിക്കുന്നു. മതി, നമ്മൾ അതിന്റെ 3-ാം വാക്യം ശ്രദ്ധിക്കാം. പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 3-ാം വാക്യം. ഞാൻ അവനെ ദിവ്യാത്മാവിനാൽ, അല്ലെ, ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർത്ഥ്യവും കൊണ്ട് നിറച്ചിരിക്കുന്നു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്ക് അവിടെ എന്തിനെ കാണുവാൻ സാധിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവ്. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തെക്കാൾ താഴെയാണോ മുകളിലാണോ? നിലവാരം കൂടിയതാണോ കുറഞ്ഞതാണോ? ആ വാക്യത്തിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഞാൻ അവനെ ദിവ്യ ആത്മാവിൽ,
ദൈവാത്മാവ് എന്നതിനാണ് ദിവ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. ദൈവം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഓർക്കണം ദിവ്യത്വം. അതുകൊണ്ട് ഇവിടെ പറയാണ് ഞാൻ അവനെ എന്ത് ചെയ്തിരിക്കുന്നു? ദിവ്യാത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു ദൈവാലയത്തിന്റെ പണി ആരംഭിക്കുമ്പോൾ തന്നെ അത് ആരംഭിക്കുന്ന വ്യക്തിയെ ദൈവം എന്നെയും തന്റെ ആത്മാവിനാൽ നിറച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇനി നമുക്ക് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് ചിന്തിക്കാം. അപ്പൊ പഴയ നിയമത്തിൽ ആരെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു? ആരെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു? അവിടെ ആ വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. ആരാണ് ആ വ്യക്തി? ഊരിയുടെ മകൻ ബെസസേൽ. ഊരിയുടെ മകനായ ബെസസേൽ, ആ വ്യക്തിയെ ഞാൻ ദിവ്യാത്മാവിനാൽ നിറച്ചു. ആ ബെസസേൽ എന്ന വാക്ക് നമ്മൾ നോക്കുമ്പോൾ ഷാഡോ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ നിഴലാണ്. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ദൈവത്തിന്റെ നിഴലായ ബെസസേലിനെ എന്തു ദൈവാത്മാവിനാൽ നിറച്ചിട്ടാണ് ദൈവത്തിന്റെ ആലയ പണി ആരംഭിക്കുവാൻ ദൈവം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യവും നല്ലതുപോലെ ചെയ്യണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ തുണയ്ക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഉത്തേജനം നൽകി നമ്മളെ മുന്നോട്ട് നയിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഈ ബെസസേൽ എന്ന വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറച്ചുകൊണ്ടാണ് ആദ്യം എന്ത് ചെയ്യുവാൻ ആരംഭിച്ചത്? പണി ചെയ്യുവാൻ ആരംഭിച്ചത്. അപ്പൊ നിങ്ങൾ ഓർത്തോണം, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കനാൻ നാട്ടിലേക്ക് അവരെ നടത്തിക്കൊണ്ടുപോകുന്ന പ്രാരംഭത്തിൽ അവരോടൊപ്പം എന്തുണ്ടായിരുന്നു? ദൈവത്തിന്റെ ആലയം ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആലയം പണിയുവാനായി ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ഒരു വ്യക്തിയെ ദൈവം ചുമതലപ്പെടുത്തി. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് ഏതൊരു കാര്യം ചെയ്യണമെങ്കിലും ദൈവാത്മാവിന്റെ സ്വാധീനത, ദൈവാത്മാവിന്റെ സമ്മർദ്ദം, ദൈവാത്മാവിന്റെ ആവസിക്കുന്ന അനുഭവം നമ്മളിൽ ഉണ്ടാകണം. ഒന്നാമത്, ബെസസേൽ എന്ന വ്യക്തി ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടു. അവിടെ ആത്മപൂർണനാകുക എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നിറയുക എന്നാണ്. നമ്മള് പുതിയ നിയമവുമായുള്ള ബന്ധത്തിൽ അതിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊരു വാക്യം വായിക്കാം. നിങ്ങൾ പെട്ടെന്ന് വായിക്കണം. ലൂക്കോസ് 1-ാം അധ്യായം 67-ാം വാക്യം. ലൂക്കോസ് 1-ാം അധ്യായം അതിന്റെ 67-ാം വാക്യം. അപ്പനായ സക്കറിയാവ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. മതി. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം ഈ സക്കറിയാവ് ആരാണ്? യോഹന്നാൻ സ്നാപകന്റെ അപ്പനാണ്. അത് മാത്രമല്ല, ഈ സക്കറിയാവിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഒരു പള്ളിയിലെ പട്ടക്കാരൻ, ഒരു പുരോഹിതനാണ്. പിന്നെയോ യെരുശലേം ആലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാണ്. ആര്? സക്കറിയാവ്. ആ സക്കറിയാവിനെ കുറിച്ച് പറയുന്നത് പുരോഹിതൻ. അപ്പോ ആ പുരോഹിതൻ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിനാൽ നിറയണം. പ്രിയ ദൈവമക്കളെ, ഒന്നാമത് ദൈവാലയം പണി ചെയ്യുന്ന വ്യക്തി ആത്മാവിനാൽ നിറയണം. രണ്ടാമത് ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി എന്ത് ചെയ്യണം? ആത്മാവിനാൽ നിറയണം. ഇനി നമുക്ക് മൂന്നാമതൊന്ന് വായിക്കാം. ലൂക്കോസ് 1:41-42 വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 41-42 വാക്യം വായിച്ചാണ്. മറിയയുടെ വന്ദനം എലിസബത്ത് കേട്ടപ്പോൾ അവളുടെ ഗർഭത്തിൽ തുള്ളി. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. മതി. നമുക്കറിയാം ഈ എലിസബത്ത് ആരാണ്? യോഹന്നാൻ സ്നാപകന്റെ അമ്മ, സക്കറിയ പുരോഹിതന്റെ ഭാര്യ. പ്രിയ ദൈവമക്കളെ, ദൈവാലയ പണി ആരംഭിച്ച ബെസസേൽ ആ വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞാണ് അത് പണി ആരംഭിച്ചത്. ദൈവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത സക്കറിയ പുരോഹിതൻ ആത്മാവിൽ നിറഞ്ഞു.
സഖറിയ പുരോഹിതന്റെ ഭാര്യ എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു. ഇപ്പൊ എത്ര പേരെ കുറിച്ച് നമ്മൾ കാണുകയുണ്ടായി? ബെസസേൽ, രണ്ടാമത് സഖറിയാവ്, മൂന്നാമത് എലിസബത്ത്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നാലാമത് നമുക്ക് ഒരാളെ കൂടെ നോക്കാം. ലൂക്കോസ് 1-15 വാക്യം. ലൂക്കോസ് 1-15 വാക്യം. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കുകയില്ല, അമ്മയുടെ ഗർഭത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവോട് നിറയും. ശ്രദ്ധിച്ച്, ഇതാരാണെന്നറിയാമോ? യോഹന്നാൻ സ്നാപകൻ. കണ്ടോ? ദൈവാലയത്തിന്റെ പണി ആരംഭിച്ച ആ വ്യക്തി ആത്മാവിനാൽ നിറഞ്ഞു. ദൈവാലയത്തിലെ ശുശ്രൂഷകനായ സഖറിയ പുരോഹിതൻ ആത്മാവിൽ നിറഞ്ഞു. പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞു. നാലാമത് യേശുവിന് വഴിയൊരുക്കുവാൻ വരുന്ന യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. എത്ര പേരെ നമ്മൾ കണ്ടു? എത്ര പേരെ കണ്ടു? പഴയ നിയമത്തിൽ നിന്ന് ആലയ പണി ആരംഭിക്കുന്ന ആ പണിക്കാരനെ നമ്മൾ കണ്ടു. യോഹന്നാൻ സ്നാപകന്റെ അപ്പൻ ദൈവാലയ ശുശ്രൂഷ ചെയ്ത പുരോഹിതനെ കണ്ടു. യോഹന്നാൻ സ്നാപകന്റെ അമ്മ പുരോഹിതന്റെ ഭാര്യയായ എലിസബത്തിനെ കണ്ടു. നാലാമത് യോഹന്നാൻ സ്നാപകനെ നമ്മൾ കണ്ടു. അഞ്ചാമത് നമുക്ക് ഒരാളെ കാണാം. ലൂക്കോസ് 4-14-15 വാക്യം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ ചുറ്റി മടങ്ങി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ബൈബിളിന്റെ ആ ക്രമം എത്ര ഭയങ്കരമാണ്! ആത്മാവിന്റെ മഹാത്മ്യം എത്ര വലുതാണ്! ആത്മാവിന്റെ ആ അധികാരം എത്ര വലുതാണ്! ആത്മാവിന്റെ ദൗത്യം എത്ര ഭയങ്കരമാണ്! ആത്മാവിന്റെ പ്രവൃത്തി എത്ര ഭയങ്കരമാണ്! നിങ്ങൾ ഈ ക്രമത്തെ നിങ്ങളുടെ ജീവിതത്തിൽ മറന്നുപോകരുത്. പ്രിയ ദൈവമക്കളെ, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴ് ശൂന്യമായിരുന്നു. ആഴത്തിൽ മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇരുളിന്റെ മീനെ പരിവർത്തിച്ചുകൊണ്ടിരുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന മത്സര്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലെ പരിമിതികളെ മാറ്റുവാൻ, പരാജയങ്ങളെ മാറ്റുവാൻ, പോരായ്മകളെ മാറ്റുവാൻ, തെറ്റുകളെ മാറ്റുവാൻ, കുറവുകളെ മാറ്റുവാൻ, എല്ലാം പരിഹരിച്ച് നമ്മളെ മനോഹരമാക്കി തീർക്കണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് അനിവാര്യമാണ്. ആ ആത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഇടപെട്ടേ മതിയാകൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമ്മൾ നിസ്സാരമായി കാണാൻ പാടില്ല. പരിശുദ്ധാത്മാവിനെ നമ്മൾ നിസ്സാരമായി കാണുവാൻ പാടില്ല. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഓരോരുത്തർക്കും ഓരോ പരിശുദ്ധാത്മാവിനെ കിട്ടുമോ? ഇല്ല, ഒറ്റ ആത്മാവേ ഉള്ളൂ. ഒറ്റ ആത്മാവേ ഉള്ളൂ. 1 കൊരിന്ത്യർ ലേഖനം 12-13 വാക്യം. 1 കൊരിന്ത്യർ 12-13 വായിക്കാം. നിങ്ങൾ ആരും ഒന്ന് എടുക്കുന്നില്ല. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ ആരായിരുന്നാലും നാം എല്ലാവരും ഏക ശരീരമായി തീരുവാൻ ഒരേ ആത്മാവിൽ സ്നാനമേറ്റ് ഒരേ ആത്മാവിനെ പാനം ചെയ്യുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇസ്രായേൽ രാജ്യത്തുള്ള യേശുവിന്റെ സ്വന്തം ജനമായ യഹൂദനാകട്ടെ, ആഫ്രിക്കൻ നാടുകളിൽ ജീവിക്കുന്ന ജനങ്ങളാകട്ടെ, അമേരിക്കൻ നാടുകളിൽ ജീവിക്കുന്ന ജനങ്ങളാകട്ടെ, യൂറോപ്പ് നാടുകളിൽ ജീവിക്കുന്ന ജനങ്ങളാകട്ടെ, ഏഷ്യൻ നാടുകളിൽ ജീവിക്കുന്ന ജനങ്ങളാകട്ടെ, നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ദേശത്തും നമ്മുടെ ചുറ്റുപാടും എവിടെ താമസിക്കുന്ന ജനത്തിനും പ്രിയ ദൈവമക്കളെ, വേദപുസ്തക പ്രകാരം ഒറ്റയൊരു പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. ആമേൻ. അതുകൊണ്ട് എല്ലാവരിലും പ്രവർത്തിക്കുന്ന, എല്ലാവരിലും ഇടപെടുന്ന, എല്ലാവരിലും വ്യാപരിക്കുന്നത് ഒറ്റ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു രംഗം കണ്ടിട്ട്
ആരോടും പറയരുത്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വിചാരിക്കുകയും ചെയ്യരുത്. അവന്റെ ആത്മാവ് വലുതാണ്, അവന്റെ ആത്മാവ് ഭയങ്കരമാണ്, അവന്റെ ആത്മാവ് ശക്തമാണ്. നമ്മൾ നിന്ന് കൊടുത്താൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. ആമേൻ. നമ്മൾ ഒരുങ്ങിയാൽ, നമ്മൾ തയ്യാറായാൽ, നമ്മൾ അതിനുവേണ്ടി മുന്നോട്ടിറങ്ങിയാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കും. മറ്റൊരാളുടെ ആത്മീയ കഴിവുകളെ കണ്ട് നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ട, ഒരിക്കലും അസൂയപ്പെടേണ്ട, ഒരിക്കലും നിഗളിക്കേണ്ട, ഒരിക്കലും ആക്ഷേപിക്കേണ്ട. നമ്മൾക്കും അവർക്കും എല്ലാം ദൈവം ദാനം ചെയ്യുന്നത് ഏകപരിശുദ്ധാത്മാവിനെയാണ്. ആമേൻ. എന്നാൽ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിനെ ഉപയോഗിക്കുവാൻ ദൈവം ഇടവരുത്തും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ആ മനോഹരമായ അവസ്ഥയെ ഒരിക്കലും വില കുറച്ച് കാണുവാൻ പാടില്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. ദൈവാലയ പണി ആരംഭിച്ച എസ്എസ്എല്ലിനെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു. ദൈവാലയ ജോലി ചെയ്ത പുരോഹിതനെ, സക്രിയ പുരോഹിതനെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു. സക്രിയ പുരോഹിതന്റെ ഭാര്യയായ എലിസബത്തിനെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു. കർത്താവായ യേശുവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാൻ സ്നാപകനെ ദൈവം തന്റെ ആത്മാവിനാൽ നിറച്ചു. യേശു ആത്മാവിനാൽ നിറഞ്ഞു. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ? എന്ത് ചെയ്യണം നമ്മൾ? ദൈവാലയ പണി ആരംഭിച്ച വ്യക്തി, ദൈവാലയ ശുശ്രൂഷകനായ പുരോഹിതൻ, പുരോഹിതന്റെ ഭാര്യ, യേശുവിന് വഴിയൊരുക്കാൻ വന്ന യോഹന്നാൻ സ്നാപകൻ. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, ആ യോഹന്നാൻ സ്നാപകന്റെ അമ്മയും അപ്പനും എന്ന് വേണ്ട, നമ്മുടെ രക്ഷകനായി വന്ന കർത്താവായ യേശു പോലും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ. ആമേൻ. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന് വാട്ടം ഉണ്ടാകുന്നത്, കോട്ടം ഉണ്ടാകുന്നത്, തളർച്ച ഉണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകാതിരിക്കുന്നത്, പോരായ്മയാൽ നിമിടമായി നമ്മൾ നിരാശപ്പെട്ടു പോകുന്നത് ആത്മനിറവിന്റെ അപാകത മൂലമാണ്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. ഇതാണ് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. നമുക്കൊരു വാക്യം ഒന്ന് വായിക്കാം. എഫേസ്യർക്ക് എഴുതിയ പൗലോസിന്റെ ലേഖനം അതിന്റെ 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. എഫേസ്യർക്ക് എഴുതിയ പൗലോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവരെ എല്ലാത്തിനും വേണ്ടി സ്തോത്രം ചെയ്തു. പ്രിയ ദൈവമക്കളെ, ഒരു സ്തോത്രം ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ നമ്മൾ ആത്മാവ് നിറയേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ സ്തോത്രം പരമാർത്ഥമുള്ളതാകണമെങ്കിൽ, സംശുദ്ധമുള്ളതാകണമെങ്കിൽ, നല്ല കാഴ്ചപ്പാടോടെ നല്ല ഉദ്ദേശത്തോടെ ആകണമെങ്കിൽ അതിന്റെ പിന്നിൽ പോലും നമ്മൾ ആത്മാവിൽ നിറയണം. ഹല്ലേലൂയ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ. ആത്മാവ് നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി, ദൈവാത്മാവിനാൽ നിറഞ്ഞവരായി, ദിവ്യാത്മാവിനാൽ നിറഞ്ഞവരായി, ക്രിസ്തുവിന്റെ ആത്മാവിനാൽ നിറഞ്ഞവരായി, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങൾ, സ്തുതികൾ, ആത്മീയ ഗീതങ്ങൾ. കണ്ടോ? ഇപ്പൊ നമ്മളൊരു പാട്ട് പാടുന്നതിന് മുൻപ് പോലും ആത്മാവിൽ നിറയണം. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പോൾ അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് പാടിയാൽ, പാടുമ്പോൾ ആത്മാവ് നിറയും, നിറയുമ്പോൾ ആത്മാവിൽ പാടും. ഇപ്പൊ രണ്ട് ഭാഗങ്ങൾ ഓർക്കണം. ആത്മാവിൽ നിറഞ്ഞുകൊണ്ട് പാടാൻ കഴിയും, പാടിക്കൊണ്ട് നിറയുവാൻ കഴിയും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ബൈബിൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിനാൽ നിറയാൻ കഴിയും. ആത്മാവിനാൽ നിറഞ്ഞിട്ട് ഇതെടുത്ത് വായിക്കുവാൻ കഴിയും. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് ദൈവസന്നിധി വേദപുസ്തകമായുള്ള ബന്ധത്തിൽ ഒന്ന് പറയണമെന്ന്
ഒന്ന് പ്രബോധിപ്പിക്കണമെന്നും ഒന്ന് സാക്ഷിക്കണമെന്നും ഇതിന്റെ എല്ലാം പിന്നിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുണ്ട്. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ആരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകൾ ഉള്ളവരല്ല എന്നൊരു തോന്നൽ നമുക്കുണ്ടാകരുത്. ആരെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് അവൻ വലിയ ആത്മീയനാണ്, ഞാൻ ആത്മീയനല്ല എന്ന ഒരു പോരായ്മയുടെ തോന്നൽ നമ്മളിൽ ഉണ്ടാകരുത്. കേട്ടോ, നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിച്ച് നമ്മളെ എല്ലാവരെയും ഉന്നതമായ അവസ്ഥയിലേക്ക് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിക്കട്ടെ. 1 Corinthians 12-ാം അധ്യായം അതിന്റെ 4 മുതൽ വായിക്കാണ്. വിവിധ കൃപാവരങ്ങളുണ്ട്, എന്നാൽ ആത്മാവ് ഒന്നത്രേ. കേട്ടോ, ശ്രദ്ധിക്കണം. വിവിധ കൃപാവരങ്ങളുണ്ട്, ആത്മാവ് ഒന്നത്രേ. 5-ാം വാക്യം, വിവിധ ശുശ്രൂഷകളുണ്ട്, എന്നാൽ കർത്താവ് ഒരുവനത്രേ. പ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്, എങ്കിലും എല്ലാവരും എല്ലാം പ്രവർത്തിക്കുന്ന ദൈവം ഒരുവനാകുന്നു. ആമേൻ. പ്രിയവാത്സല്യമുള്ള ദൈവമക്കളെ, എന്നാൽ ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾക്ക് ഒരു വരമുണ്ടെങ്കിൽ ആ വരം ഉപയോഗിച്ച് നമ്മൾ നന്നാകുകയല്ല, സഭയെ നന്നാക്കിയാണ് വേണ്ടത്. ആമേൻ. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കെല്ലാവർക്കും ദൈവത്തിന്റെ വരദാനങ്ങൾ പരിശുദ്ധാത്മാവിനാൽ വീതിച്ചു തന്നിട്ടുണ്ട്. ആ വരങ്ങൾ നമ്മൾ സഭയിലെ പൊതുവായ വളർച്ചയ്ക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടി, ഉന്നതിക്ക് വേണ്ടി, ആത്മീയ പുസ്തകയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഉപയോഗിച്ച് വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ എത്രയോ നല്ലതാണെന്ന് കർത്താവിനെ നാം പ്രവർത്തിക്കട്ടെ. 11-ാം വാക്യം, എന്നാൽ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് ഒരേ ആത്മാവ് തന്നെ. ഇന്ന് പ്രകാരം ഒരു 30 പേരുടെ കാണും. ഈ 30 പേരിലും പ്രവർത്തിക്കുന്ന ഒറ്റ ആത്മാവ്. അല്ല, നിങ്ങൾക്ക് തോന്നരുത് എന്നിലുള്ള ആത്മാവല്ല നിങ്ങളിലുള്ളത്. ആമേൻ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പോലെ ചെയ്യാമെന്നോ? പ്രിയ ദൈവമക്കളെ, 1 Corinthians 12-ാം അധ്യായത്തിൽ നമ്മള് പല കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതിന്റെ 13-14 അധ്യായങ്ങളിലേക്ക് എല്ലാം വരുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ വരുമ്പോഴത്തെ സഹോദരന്മാരെ, ആകയാൽ എന്ത് ചെയ്യണം? നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, സകലതും ആത്മീയ അഭിവൃദ്ധിക്കായി ഉതകട്ടെ. കണ്ടോ, ആത്മീയ അഭിവൃദ്ധിക്കായി ഉതകട്ടെ എന്ന് പറയുകയാണ്. എന്നാൽ അതിന്റെ 31-ാം വാക്യം, എല്ലാവർക്കും പഠിപ്പാനും എല്ലാവർക്കും പ്രബോധനം ലഭിക്കാനുമായി നിങ്ങൾക്കെല്ലാം ഓരോരുത്തരായി പ്രവചിക്കാമല്ലോ. കേട്ടോ, ഒരാൾക്ക് വേണ്ടിയല്ല ഇത്, ഒരാൾ മാത്രം ചെയ്യുന്ന കാര്യമല്ല, എല്ലാവരും ചെയ്തു പോരണം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ കൂടുവരവിൽ എത്ര പേർ കൂടി വരുന്നോ ആ കൂടി വരുന്നവർക്ക് എല്ലാവർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്, വരദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ പൊതു നന്മയ്ക്കായി നമ്മൾ ഉപയോഗിച്ച് മുന്നേറണം. ഉപയോഗിച്ച് മുന്നേറുന്നില്ല എങ്കിൽ നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകും. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമുക്കറിയാം ദൈവാലയ പണി ആരംഭിക്കുവാൻ ദൈവം മോശയിലൂടെ നിയോഗം നൽകിയ ബെസലേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. യെരൂശലേം ആലയത്തിൽ ദൈവത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്ത സക്കറിയാവ് എന്ന പുരോഹിതൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ്. പുരോഹിതന്റെ ഭാര്യയായ എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. ഈ ദമ്പതികളുടെ മകനായ യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണ്. പിന്നെ എന്തു പറയണം? നമ്മുടെ ഏകരക്ഷകനായ യേശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായ ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ എന്തുകൊണ്ട് ആത്മാവിനാൽ നിറയപ്പെടാതെ പോകുന്നു? ആമേൻ. അതെന്തെങ്കിലും ഒരു മാജിക്കിലൂടെയോ എന്തെങ്കിലും ഒരു പ്രകസനത്തിലൂടെയോ ഉണ്ടാകേണ്ടതല്ല. നമുക്കറിയാമോ, നമ്മള് ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ആ കാര്യങ്ങളുടെ ഇമ്പകരമായ സൗണ്ട് വേരിയേഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല ആത്മാവിന്റെ നിറവുണ്ടാകുന്നത്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മളൊരു തമ്പേർ അടിച്ച് ആത്മാവിൽ നിറയുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഒറിജിനൽ, ദാറ്റ് ഈസ് ആർട്ടിഫിഷ്യൽ.
അതൊരിക്കലും യഥാർത്ഥമായിരിക്കും, കൃത്രിമമായിരിക്കും. ആത്മാവ് നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മൾ നല്ല ജീവിതം നയിച്ചാൽ നിറയും. അല്ല, മൈക്കിന്റെ ഓളിയം കൂട്ടിവെച്ചോ നല്ല സൗണ്ടിൽ നല്ല ഇടിമുഴക്കത്തോടെ മൈക്കിലൂടെ പറഞ്ഞാൽ ഉടനെ ആത്മാവിൽ നിറയുവാൻ പറ്റുമോ? ഇല്ല. ഒരു പരിപാടി കാണുമ്പോൾ ആ പരിപാടിയുടെ മുൻപിൽ ആത്മാവിൽ നിറയാൻ പറ്റുമോ? നമ്മളെ ഏതെങ്കിലും കായിക പരിപാടികളൊക്കെ കാണുമ്പോൾ നല്ല ഒന്നിനു വേണ്ടി ഒരു ഉത്സാഹത്തിന്റെ ഭാഗമായി നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. അത് നോട്ട് ഫില്ലിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ്, അത് പരിശുദ്ധാത്മാവിന്റെ നിറവല്ല. അതുപോലെ പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ഉള്ളത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അകത്ത് ദൈവം തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറഞ്ഞു വേണം ക്രൈസ്തവ ജീവിതം നയിക്കുവാൻ. അങ്ങനെ ക്രൈസ്തവ ജീവിതം നയിച്ചാൽ പോരായ്മകൾ കുറഞ്ഞിരിക്കും, തെറ്റുകുറ്റങ്ങളിൽ നിന്നും മോചനം പ്രാപിക്കുവാൻ കഴിയും, തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിയും. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അങ്ങനെ പോരായ്മകളിൽ നിന്നും തകർച്ചകളിൽ നിന്നും തോൽവികളിൽ നിന്നും പരാജയങ്ങളിൽ നിന്നും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞു ജീവിച്ച് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. ഒരാൾ ദൈവാലയത്തിലേക്ക് വരുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ, ദൈവാലയത്തിൽ ഇരിക്കുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ, ദൈവാലയത്തിൽ ഒരു പാട്ട് പാടുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ, ദൈവാലയത്തിൽ ഒരു ബൈബിൾ ഭാഗം വായിക്കുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ, ദൈവാലയത്തിൽ ഒരു പ്രബോധനം നൽകുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ, ദൈവാലയത്തിൽ ഒരു പ്രഭാഷണം നടത്തുന്നത് ആത്മനിറവോടെ ആയിരിക്കട്ടെ. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, നമുക്ക് സംതൃപ്തി ഉണ്ടാകും. പലപ്പോഴും നമ്മള് പള്ളിയിൽ പോയിട്ട് സംതൃപ്തി ഉണ്ടാകാതെ വന്നാൽ, ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് സംതൃപ്തി ഉണ്ടാകാതെ വന്നാൽ, ഒരു ആരാധനാ യോഗത്തിൽ പങ്കെടുത്തിട്ട് സംതൃപ്തി ഉണ്ടാകാതെ വന്നാൽ, അപ്പം മനസ്സിലാകണം ആത്മാവ് നല്ലതുപോലെ നിറയുവാൻ അവസരം ഉണ്ടാകാതെ പോയി. ആമേൻ. ഇത് ആരാലും സംഭവിക്കേണ്ടത് നമ്മുടെ പ്രിയ ദൈവമക്കളെ. എനിക്ക് ഒരിക്കലും ഒന്നും ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവം തന്നിരിക്കുന്ന ദിവ്യാത്മാവിനെ നിറയ്ക്കുവാൻ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല, ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മൾ തന്നെ അതിനുവേണ്ടി ഒരുങ്ങണം, നമ്മൾ തന്നെ അതിനുവേണ്ടി തയ്യാറാകണം. വേദപുസ്തകം പഠിക്കുമ്പോൾ പല രംഗങ്ങളില് പല കാര്യങ്ങളും നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരുന്നു. കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് മുഴക്കമുണ്ടായി. എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് അവർ അന്യഭാഷകളിൽ പാടി പ്രാർത്ഥിച്ച് ആരാധിച്ചനുഗ്രഹിക്കപ്പെട്ടതായി കാണുന്നു. പ്രിയ ദൈവമക്കള്, എന്നാൽ മറ്റ് പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെയെല്ലാം അതിന്റേതായ സന്ദർഭങ്ങളെ നടന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിനോട് പറയുന്നത്, എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കുകയാണ്. അപ്പം ചില രംഗങ്ങളിൽ ഒരു വ്യക്തിക്ക് ഒരിച്ചിലൂടെ ആത്മീയ ഉത്തേജനം ഉണ്ടാകാൻ ആ വ്യക്തിയുടെ മേൽ തലയിൽ കൈവെക്കും, ആത്മാവിനെ കൊടുക്കാനല്ല. തന്നിലുള്ള ആത്മാവിനെ ഒന്ന് ജ്വലിപ്പിക്കാനായി, അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനും ഒരു രീതിയിലും സമ്മാനിക്കാൻ കഴിയുന്ന ഒന്നല്ല ദിവ്യാത്മാവും ദൈവാത്മാവും പരിശുദ്ധാത്മാവും. അത് ദൈവത്തിന്റെ ആത്മാവാകിയാൽ ദൈവം നമ്മുടെ ഉള്ളത്തിലേക്ക് തരുന്നതാണ്. ആമേൻ. ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം, ഗലാത്യ ലേഖനം 5-ാം അധ്യായം 16-17, ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മളിലേക്ക് ദൈവം തരുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്നാൽ ഈ ജഡത്തിന്റെ വിളക്ഷതയിലേക്ക് നമ്മൾ പോകത്തില്ല. ആത്മീയ വിശ്വാസ പശ്ചാത്തലത്തിൽ വന്ന ഒരു ദൈവ പൈതൽ ഒരു സമയം വരെ നല്ല ആത്മീയ നിറവോടെ ജീവിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിൽ നിന്ന് കാണുന്ന പ്രവൃത്തികൾ മുഴുവനും ഒരു കാരണവശാലും യോഗ്യമല്ല, മാന്യമല്ല, ചേർച്ചയുള്ളതല്ല, ഭൂഷണമല്ല, നിലവാരമുള്ളതല്ല എങ്കിൽ അവിടെ വെച്ച് നമ്മൾ മനസ്സിലാക്കണം, ആത്മാവിനെ അവൻ അനുസരിക്കാതെ നടന്നപ്പോൾ ആത്മാവ് അവനിൽ നല്ല പ്രവൃത്തി ചെയ്യാതെ ഇരിക്കുന്നു. പ്രിയ ദൈവമകളെ, ദൈവാലയ ബന്ധത്തിൽ ദൈവാരാധനയിലായിരുന്ന ഒരു വ്യക്തി അതിൽ നടന്നു മാറുമ്പോൾ നമ്മൾ ഓർത്തേക്കണം, ആത്മാവിനെ അവൻ അനുസരിക്കാതെ വന്നു. അതുകൊണ്ട് ആത്മാവ് അവനെ ലോകപ്രകാരം കൈവിട്ടു കളഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ
നമ്മൾ ആത്മാവിൽ നിറഞ്ഞു ജീവിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ 2-3 പേര് ആ അറിയാഞ്ഞിന് മണിയിലെ മീറ്റിംഗിൽ പോയല്ലേ, നിങ്ങൾക്ക് ഒരു കാര്യം അവിടെ വെച്ച് മനസ്സിലായി കാണും. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഞാൻ എന്നെ ഭയങ്കര സ്പർശിച്ച ഒരു ഉദാഹരണമാണ് അവിടെ വന്ന് ഞാൻ മിഷനറി കാണിച്ചത് അല്ലേ. നിങ്ങൾ പോയത് നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് അതിനെ കുറിച്ച് തോന്നില്ല. ഞാൻ അവിടെ വെച്ച് തന്നെ ഒരു എക്സ്പ്ലനേഷൻ അതിനെ കുറിച്ച് കൊടുത്താണ്. ഒരു വെള്ളച്ചരട്, ആ ചരട് വെള്ളം തന്നെ പോയി സെലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ ഓർക്കണം. ആ ചരടിന്റെ ഒരറ്റം ഇത്രയും ഭാഗം റെഡ് കളറാണ് അല്ലെ. ആ റെഡ് കളർ എന്ന് പറയുന്നത് ഒരു ഇത്രയും ഭാഗമാണ് അല്ലെ. സോഫിയിൽ കണ്ടാലേ എല്ലാം കണ്ടാൽ ഇത്രയും ഭാഗം. അത്രയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം 70-80 വയസ്സുള്ള ജീവിതത്തിലാണ്. അത് കഴിഞ്ഞ് ഒരു ഇതേപോലെ 2 മാർ നീളത്തിൽ അതിന്റെ ബാക്കി വെള്ളച്ചാട് ഇങ്ങനെ നീക്കിയെടുക്കാണ്. പുള്ളി പറഞ്ഞൊരു കാര്യം പറയണം, ആ വെള്ളച്ചാട്, ആ റെഡ് കളർ ഒഴിച്ച ആ വെള്ളച്ചാടിന്റെ അത്രയും നീളമാണ് നമ്മുടെ നിത്യമായ ജീവിതത്തെ കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് 70, 80, 100, 120, 150 വർഷം ജീവിക്കുമ്പോൾ അത് ഇത്രയുമേ ഉള്ളൂ. അത് കഴിഞ്ഞ് മരണമില്ലാത്ത, അവസാനമില്ലാത്ത, അന്ത്യമില്ലാത്ത ഒരു ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെ നീണ്ടുകിടക്കുകയാണ്. ആ ജീവിതത്തിൽ മുഴുവനും നമ്മൾ ഓർക്കണം, ഈ ഭൂമിയിലെ ജീവിതം ഇത്രയും പരിമിതമാണ്. അതിനുശേഷം നമ്മൾ അനന്തമായ നിത്യമായ സ്വർഗ ജീവിതം എന്ന് പറയുന്നത് ഇതേപോലെ വിശാലമായി കിടക്കുകയാണ്. അത് മുഴുവൻ വെള്ളയാണ് അല്ലെ. ആ ചാട് നമ്മൾ കണ്ടറിയാം, വെള്ളയാണ്. അപ്പം ഇത്രയും പരിമിതമായ ഈ ഭൂമിയിലെ ജീവിതത്തിലാണ് പല കളറുകൾ കയറി വന്ന്, പല പ്രശ്നങ്ങൾ കയറി വന്ന് ജീവിതം കുഴഞ്ഞു മറിഞ്ഞു പോകുന്നത്. പ്രിയ ദൈവമക്കളെ, അത്രമാത്രം വിശാലമാണ് ആ കളർ ചെയ്ത്. എന്നാൽ അതിന്റെ ബാക്കിയുള്ള മുഴുവൻ വെള്ളയായിട്ട് കിടക്കുമ്പോൾ നമ്മളെ നിത്യതയിൽ ഒരു കുറവുമില്ലാത്തവരായി നമ്മൾ കാണുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. നിത്യതയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ ചരടിന്റെ റെഡ് ലൈൻ ചെയ്തതിന്റെ ബാക്കി വെള്ളയായിട്ട് കിടക്കുന്നത് നമ്മുടെ നിത്യതയിലുള്ള നമ്മുടെ ജീവിതത്തെ കാണിക്കുകയാണ്. അവിടെ നമുക്ക് ഒരു പോരായ്മയും ഇല്ലാത്തവരായി നമുക്ക് ജീവിക്കുവാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് ഇത്രയും പരിമിതമായ ഈ ജീവിതത്തിൽ നമ്മൾ ഒരുക്കണം. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതം അങ്ങനെയായി തീരട്ടെ. ഒരു ഒരുക്കമുള്ള ജീവിതം നമ്മൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല, മരണത്താൽ അവസാനിക്കുന്നില്ല, ഒരു സൗപത്യാൽ അവസാനിക്കുന്നില്ല, ഒരു വിലാപയാത്രയിൽ അവസാനിക്കുന്നില്ല, ഒരു ശുശ്രൂഷയിൽ അവസാനിക്കുന്നില്ല, ഒരു ശവക്കോട്ടയിൽ, ഒരു ശവക്കല്ലറയിൽ അവസാനിക്കുന്നതല്ല നമ്മുടെ ജീവിതം. നമ്മൾ ഒരിക്കലും അവിടുന്ന് എല്ലാ ശരീരത്തോടുകൂടി മടങ്ങി വളരെ നല്ലൊരു അവസ്ഥയിൽ കർത്താവിന്റെ അയച്ചുവരും. അങ്ങനത്തെ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ പ്രിയ ദൈവമകളെ, അവിടെ തൂവെള്ളയുള്ള ഒരു അനുഭവമാണ്. നീണ്ട ദൈർഘ്യമേറിയ വിശാലമായ ഒരു ജീവിതമാണ്, അന്ത്യമില്ലാത്ത ഒരു ജീവിതമാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് പോരായ്മകളെ മാറ്റി, പ്രതികൂലങ്ങളെ മാറ്റി, പ്രതിബന്ധങ്ങളെ മാറ്റി, ദോഷങ്ങളെ മാറ്റി, അഴുക്കുകളെ മാറ്റി, പാപത്തെ മാറ്റി ജീവിച്ച് ഒരുങ്ങിയാൽ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും വീതിക്ക് ശേഷം കിടക്കുന്ന ആ വിശാലമായ ആ വെള്ളച്ചാട് പോലെ പരിശുദ്ധമായ, അനന്തമായ, നിത്യമായ, അവസാനിക്കാത്ത ഒരു ജീവിതം കിട്ടും. പ്രിയ ദൈവമക്കളെ, അങ്ങനെ കിട്ടാതെ വന്നാൽ അതെത്രയോ പരാജയമായിരിക്കും, അതെത്രയോ നഷ്ടമായിരിക്കും. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മള് യെരൂശലേം ആലയത്തിന്റെ പണിക്ക് വേണ്ടി, ഇസ്രായേൽ ജനത്തിന്റെ മരുഭൂമിയിലെ പള്ളിയാകുന്ന സമാധാനത്തിന്റെ പണിക്ക് വേണ്ടി ആദ്യത്തെ ബെസസേലിനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ചതുപോലെ നമ്മൾ നിറഞ്ഞ് നമ്മുടെ ജീവിതത്തെ കെട്ടുപടുത്തുക. യെരൂശലേം ആലയത്തിന് പുരോഹിത ശുശ്രൂഷ ചെയ്ത സക്രിയ പുരോഹിതനെ പോലെ നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ. സക്രിയ പുരോഹിതൻ മാത്രമല്ല, പുരോഹിത ഭാര്യ എലിസബത്ത് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ ദാസിയായി ജീവിച്ചതുപോലെ നമുക്കും ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിന്റെ ദാസിദാസന്മാരായി നമുക്ക് ജീവിക്കാം. അത് മാത്രമല്ല, യേശുവിന് വഴിയൊരുക്കുവാനായിട്ട് വന്ന യോഹന്നാൻ സ്നാപകൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞതുപോലെ നമ്മളും പരിശുദ്ധാത്മാവിൽ നിറയാൻ അവസാനമായി നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി വന്ന യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ലൂക്കോസ് 14-ാം അധ്യായം 1-ാം വാക്യം, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. ലൂക്കോസ് 14-ന്റെ 14-15 വാക്യങ്ങളിൽ അവൻ ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് പോയി. ഇന്ന് പ്രകാരം പ്രിയ ദൈവമക്കളെ, ആത്മാവിൽ നിറഞ്ഞവിടെ ആരാധിക്കുന്ന നിങ്ങൾ ആത്മാവിന്റെ ശക്തിയോടെ ഈ ആലയം വിട്ടുപോകുവാൻ പരിശുദ്ധ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നൽകിയിരിക്കട്ടെ.